അപ്പോൾ ഹോട്ടലിലെ സീനുകൾ തന്നെയാണ് ഇന്നും ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ. അപ്പോൾ ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഫുൾ സപ്പോർട്ട് തരണേ. പിന്നെ അപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിലെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ മാനേജർ പറഞ്ഞു, ഇവിടെ ആരും ഇല്ലേ ഓർഡർ എടുക്കാൻ, എവിടെ സുധി എവിടെ എന്ന് പറയുമ്പോൾ സുധി, അയ്യോ എൻ്റെ പേര് സുധിയല്ല, അങ്ങനെയുള്ള സീനുകളാണ്. അവസാനം അവ അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയും, മോനെ കാണുന്നില്ലല്ലോ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ. പറയും, ഇവിടെ ഉള്ള വെയിറ്ററുടെ പേരും സുധി എന്നാണ് എന്ന് പറയും. അപ്പോൾ അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ആമ, അപ്പോൾ അല്ല, ഈ സുധി എന്ന് പേരുള്ള ആൾക്കാരൊക്കെ നല്ല നിലയിൽ നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാവണം എന്ന് പറയും. അപ്പോൾ ബാമ അറിയാം, അതൊക്കെ വെറുതെയാണ്. കാരണം ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അത് നീ എന്തത് മനസ്സിലാക്കാത്ത ചന്ദ്രേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാലും അങ്ങനെയല്ല, എൻ്റെ മോൻ കണ്ടില്ല എന്തൊരു വലിയ നിലയിലാണ് ഇരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ സുധിത്തൊക്കെ കേൾക്കുകയാണ്. സുധി അറിയാം, ഒന്നുമല്ല അമ്മേ, ഞാനാണ് വെയിറ്റർ എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. പറയും, ഞാനെന്തായാലും അവനിന്ന് വിളിക്കട്ടെ, അവന് പൂരി മസാല വലിയ ഇഷ്ടം. അവന് രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ അവന് പൂരി മസാല ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 2 പാർസൽ ഇതാക്കി കൊണ്ടുപോകാം, അവൻ വേഗം വരും, ചോദിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വിളിക്കാൻ പറയുമ്പോൾ, അയ്യോ അമ്മേ വിളിക്കലേ എന്ന് പറയും. ആ സമയത്ത് മാനേജർ വന്നിട്ട് ഇവനെ തോണ്ടുന്ന സമയത്ത് ഇവൻ കൈ തട്ടുന്നുണ്ട്. പിന്നെ വിളിക്കും, നീ എന്താ ഓർഡർ എടുക്കാത്തതെന്ന് നോക്കുമ്പോൾ, ഓർഡർ അത് ഞാനെടുക്കുക, ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി വന്നതാണ്, വയറിന് നല്ല സുഖമില്ല എന്നൊക്കെ അയാളുടെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴേക്കും അയാൾക്കൊരു കോൾ വരുമ്പോൾ അയാൾ അങ്ങോട്ട് പോവുകയും ചെയ്യും, വേഗം പോയി ഓർഡർ എടുക്കുക എന്നിട്ട് അല്ലാണ്ട് പോവുകയും ചെയ്യും. അപ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഒരു പയ്യൻ കുറേ ടിഷ്യൂം മാസ്കൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മാസ്ക് കിട്ടിയടാ, നീ വെച്ചോ, നിൻ്റെ അമ്മ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരും എന്നൊക്കെ പറയുമ്പോൾ ഈ പയ്യനൊന്നും മനസ്സിലാവില്ല. അങ്ങനെ മാസ്ക് എടുത്ത് വയ്ക്കുകയാണ്. മാസ്ക് എടുത്ത് വെച്ചിട്ട്, പക്ഷേ മാസ്ക് എടുത്തിട്ട് മാത്രം കൊണ്ട് കാര്യമില്ല, രൂപം മാറ്റണ്ട, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയും. അപ്പോൾ സൗണ്ട് മാറ്റണം, പിന്നെ നടത്തും. അതിങ്ങനെ കാലിങ്ങനെ ഞൊണ്ടി പോയിട്ട് അടുത്ത എന്താണ് ചന്ദ്രയും ബാമയും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തൊട്ടടുത്ത സീറ്റിൽ പോയിട്ട് ഓർഡർ ചോദിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ചിരിക്കാപ്പോഴേക്കും ചന്ദ്ര ഫോൺ ചെയ്യും. ചന്ദ്ര ചെയ്യുമ്പോൾ ഈ ഫോൺ എടുക്കുകയാണ് സുധി എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയാണ്. അപ്പോൾ അവരോട് പറയാം, എൻ്റെ അമ്മയാണ്. പിന്നെ വിളിക്കാനായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഫോൺ അതിൽ വയ്ക്കുമ്പോഴേക്കും ചന്ദ്ര അറിയാം, അവന് ഭയങ്കര ബിസിയാണ് തോന്നുന്നു, ഉയർന്ന ജോലി ഇരിക്കുന്നതല്ലേ, അതാണ് ഭയങ്കര ബിസിയാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവരുടെ അടുത്ത് ഓർഡർ എടുത്തിട്ട് പിന്നെ ഞൊണ്ടി പോവുകയാണ് കേട്ടോ, ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കിച്ചണിൽ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെയും വിളിക്കുമ്പോൾ മാസ്കൊക്കെ മാറ്റിയിട്ട് ഫോൺ എടുക്കുക, എന്താ അമ്മേ എന്ന് വയ്ക്കും. മോനെ നീ എവിടെ, നിനക്ക് ബിസിയാണോ വയ്ക്കുമ്പോൾ, അതെ എനിക്ക് കുറച്ച് ഞാൻ ഓർഡർ എടുക്കുന്ന തിരക്കിലാണ് പറയും, അറിയാതെ ഓർഡർ എടുക്കുന്ന തിരക്കിലോ, അതെ അമ്മേ, അത് ഓരോരോ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും. അമ്മയ്ക്ക് എന്താ വയ്ക്കും. അപ്പോൾ ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, നല്ല ഫുഡാണ് മോനെ, പൂരി മസാല, നിനക്ക് വേണമെങ്കിൽ ഞാൻ 2 വാങ്ങട്ടെ എന്ന് പറയും. വേണ്ട അമ്മേ, നിങ്ങൾ കഴിച്ച് വേഗം പോകാൻ നോക്കുമെന്ന് പറയും. ഇതിൽ ഞാൻ കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ വേഗം കഴിച്ചിട്ട് പോകുമെന്നറിയും കേട്ടോ. ശരി മോനെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. അപ്പോൾ ബാമോട് പറയും, വലിയത് പറയും, അവന് ഭയങ്കര തിരക്കിലാണ്, അവൻ അത്രയും ഉയർന്ന ജോലിയിലായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ സുധി എന്നിട്ട് അങ്ങനെ മാസ്കൊക്കെ എടുത്ത് മാറ്റി നോർമലാവും, പിന്നെ കാരണം അത് രക്ഷപ്പെട്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ്. അപ്പോൾ വീട്ടിൽ കാണാൻ വർഷ വരുന്നു. വർഷ വന്നു കഴിഞ്ഞിട്ട് വന്നിട്ട് രവതി ചേച്ചി എന്ന് വിളിക്കുക. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്കൊരു കാപ്പി തരുമോ, ഭയങ്കര ക്ഷീണമെന്ന് അറിയും. അതിനെന്തോ ഞാൻ തരാമല്ലോ എന്നറിയും. അവൾ എന്നിട്ട് കൈ കഴുകി അവിടെ വന്ന് കാപ്പി കുടിക്കാനിരിക്കുന്നുണ്ട്. ഇരുന്ന് കഴിയുമ്പോഴാണ് അവൾ എന്തോ ഓർത്തിട്ട് ബാഗിൽ നിന്ന്, അവളുടെ വാനിറ്റി ബാഗിൽ നിന്ന് ഒരു സ്പ്രേ എടുക്കുകയാണ്, മോസ്കിറ്റോ സ്പ്രേ ആണ്. അവളത് മുഴുവൻ അടിക്കുക. അപ്പോൾ രേവതിക്ക്, നീ എന്താ ഈ ചെടിക്കുമ്പോൾ ഇവിടെ നിറയെ കൊതുവാണ്, അതുകൊണ്ട് കൊതുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഓൺലൈനിൽ കൂടെ വാങ്ങിയൊരു സ്പ്രേ ആണ് പറഞ്ഞിട്ട് അടിക്കുക. പറഞ്ഞു, മതി, ഇത്ര അടിച്ചാൽ മതി, എനിക്കിതിൻ്റെ ശ്വസിക്കാൻ വയ്യ, വല്ലാത്ത ബുദ്ധിമുട്ടുകൾ കുറേ പറയുന്നുണ്ട് രേവതി. അതൊന്നും കേൾക്കാണ്ട് ഇവിടെ അടിച്ച് നടക്കുക, റൂമിൽ കൂടെ മുഴുവൻ, ഡൈനിങ് ഹാളിലും സിറ്റിംഗ് റൂമിലൊക്കെ അടിക്കുക. അപ്പോൾ അവൾ പറയുന്നുണ്ട്, രേവതി മതി, നീ എന്തിനും ഇവിടെ അതിന് മാത്രം കൊതുവില്ല എന്ന് പറയും. അപ്പോൾ വർഷ പറയും, ഞാൻ കൊതുവിനെ ബോധം കെടുത്തിയിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അവരെ കൊല്ലാൻ വേണ്ടിയിട്ട്, അവരെ ഇവിടെ വരാൻ പാടില്ല, രോഗം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊതുവിനോടുള്ള ദേഷ്യത്തിന് അവിടെ മൊത്തം അവൾ ഈ മോസ്കിറ്റോ സ്പ്രേ അടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴും പറയുന്നുണ്ട്, അടിക്കലേ എന്നൊക്കെ വർഷം നിന്ന് രേവതി നിന്ന് പറയുന്നുണ്ട് പോലും കേൾക്കണില്ല. അപ്പോൾ
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറയുക അപ്പോഴേക്കും ഇവൾക്കൊരു കോള് വരികയാണ്. കോള് വരുന്ന സമയത്ത് ഈ കോൾ അറ്റൻഡ് ചെയ്യും. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ സാർ, ഇനി എനിക്ക് അങ്ങോട്ട് തിരിച്ച് വരാൻ വയ്യ, ഞാൻ ടയേർഡാണ് പറയാം. അല്ല, ഒരു ഇതും കൂടെ പറയാനുണ്ട്, അപ്പോൾ അതും കൂടെ തീർത്തിട്ട് പോ വർഷമെന്നൊക്കെ പറയും. അപ്പോൾ സാറെന്തത് അപ്പോൾ പറയാഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഞാൻ മറന്നതാണ് അറിയും. മറന്നത് എൻ്റെ കുറ്റമല്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അയാളിങ്ങനെ അപേക്ഷിക്കണ പോലെയൊക്കെ പറയുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവൾ രേവതി ചേച്ചി എനിക്ക് കോഫി വേണ്ട, ഞാൻ അങ്ങോട്ട് പോവുക എന്ന് പറയും. അപ്പോൾ ഈ മൂക്ക് പൊത്തിയിട്ടാണ് രേവതി വരുന്നത് കേട്ടോ. രേവതി ഇങ്ങനെ മൂക്ക് പൊത്തി പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ നീ ഇത് കാപ്പി പിടിച്ചിട്ട് പോ വർഷ പറയുമ്പോൾ വേണ്ട രേവതി ചേച്ചി അർജൻറ്റാണ് പോകണം എന്നിട്ട് അവളങ്ങനെ കൈ സ്പ്രേ അവിടെ കൊണ്ടുവച്ച് കൈയൊക്കെ കഴുകി അവൾ പോവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി പാർലറിൽ നിന്നിട്ട് കുറേ പൈസ മീരയുടെ കൈ കൊണ്ടേ കൊടുത്തിട്ട് മറ്റേ ആൾ വരുന്നുണ്ട്, ഇവിടെ ഭീഷണിപ്പെടുത്തുന്ന ഒരുത്തൻ, എന്താ പ്രദീപോ അങ്ങനെ എന്താണ് തോന്നുന്നത് അവൻ്റെ പേര്. അവൻ്റെ കയ്യിൽ കാശ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവൻ വരുമ്പോൾ നീ കൊടുക്ക്, പിന്നെ അവനെ കൊണ്ട് വലിയ ശല്യമായിരുന്നു, കൊടുക്ക്, കാരണം ഒരു രക്ഷ. അപ്പോൾ നീ ഇത് എത്രയെന്ന് വെച്ചിട്ടാണ് കടം വാങ്ങിക്കുന്നത്, നീ ഇങ്ങനെ കടം വാങ്ങിക്കല്ലേ, നീ എന്ത് കണ്ടിട്ടാണ്, നിൻ്റെ അല്ല അപ്പോൾ പാർലർ, നീ ഇവിടെ വെറും സ്റ്റാഫാണ്, നീ എന്ത് കണ്ടിട്ടാണ് വാങ്ങിക്കുന്നത് ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട് മീര. അല്ലാണ്ട് നിവർത്തിയില്ല അറിയാം, എനിക്ക് അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ പിന്നെ ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല അറിയാം. പിന്നെ അതിലും വലിയ പ്രശ്നം സച്ചിൻ രേവതി അവിടുന്ന് പറഞ്ഞയക്കുക എന്നുള്ളത്. ആൻറ്റി എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സച്ചിനെ രേവതിനെ അവിടുന്ന് പറഞ്ഞത് അയക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും അതെ അവർ പോകണം അവിടുന്ന്, ഇന്ന് രാവിലെയും കൂടി സച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവരും അവിടുന്ന് പോകണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള വഴികൾ ആലോചിക്കണം എന്നൊക്കെ പറയുകയാണ് ശ്രുതി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പിന്നത്തെ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് നമ്മുടെ രവി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. രവി നടന്നു വരുന്ന സമയത്ത് ആൾ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ അയാൾക്ക് ഇങ്ങനെ മണം. അപ്പോൾ രേവതി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ചാറ് ഇവിടെ വരൂ, എന്താ ഇവിടെ ഒരു മണം എന്നൊക്കെ ചോദിക്കും. പറയും അത് വർഷ മൊസ്കിറ്റോ പിന്നെ സ്പ്രേ പറഞ്ഞിട്ട് എന്തോ ഓൺലൈനിൽ വാങ്ങിയതാണ് അത്രേ, ഇവിടെയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കൊതുവിനെ കൊല, എന്താ ചെയ്യുക ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല കുട്ടി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. വല്ലാത്ത ബുദ്ധിമുട്ട് അറിയും. ഞാൻ അച്ഛനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വെള്ളം കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ പോലെ വരും. അപ്പോൾ ഞാൻ അച്ഛന് കാപ്പി എടുക്കട്ടെ വയ്ക്കുമ്പോൾ മോളെ അറിയാം. അപ്പോൾ ഇയാളിങ്ങനെ ചുമയ്ക്കും, ശ്വാസതടസ്സമൊക്കെ വരികയാണേ. അപ്പോഴേക്കും രേവതിനെ വിളിക്കും. രേവതി വിളിക്കുമ്പോഴേക്കും രേവതി ഓടിയപ്പോൾ എന്താ പറയുമ്പോൾ എന്തോ എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നു, ശ്വാസം മുട്ടുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും ഞാൻ സച്ചേട്ടനെ വിളിക്കട്ടെ അറിയാണ്. അങ്ങനെ സച്ചിനെ വിളിക്കുക. സച്ചിനെ വിളിക്കുമ്പോൾ സച്ചി ഫോൺ എടുക്കണേ ഇല്ല. അപ്പോൾ അപ്പോഴേക്കും ഇയാളിങ്ങനെ കൂടുതലായിട്ട് അസ്വസ്ഥതകൾ കാണിക്കുകയാണ്. പിന്നെ രവി കടന്ന് ആകെ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ അങ്ങോട്ട് കടന്നുരുളണം, ഇങ്ങോട്ട് കിടന്ന് ശ്വാസം മുട്ടിയിട്ട് ശ്വാസം കിട്ടാണ്ട്. അപ്പോഴേക്കും ഇവൾക്ക് രേവതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാണ്ട് രേവതി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറേ പ്രാവശ്യം സച്ചിനെ വിളിക്കുന്നുണ്ട്, ഒരുപാട് പ്രാവശ്യം സച്ചിനെ വിളിക്കുന്നുണ്ട്. അപ്പോഴൊന്നും സച്ചി ഫോൺ എടുക്കണേ ഇല്ല. പിന്നെ കാണിക്കുന്നത് സച്ചി പാർക്കിൽ വരികയാണ് കാറും കൊണ്ട് പാർക്കിൽ വരുന്ന സമയത്ത് പിന്നെ എന്താണ് ഫോൺ എടുത്ത് നോക്കി, കാറിറങ്ങി ഇങ്ങനെ ഫോൺ ഇപ്പോൾ 18 മിസ് കോള്. ഇതെന്തിനാടാ ഇവൾ ഇത്രയും പ്രാവശ്യം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നറിയാം. അപ്പോൾ ഫോൺ എടുത്തിട്ട് രേവതി നീ എന്തിനാ ഇത്രയും പ്രാവശ്യം വിളിച്ചത്, നിനക്ക് പിന്നെ എന്താ കാര്യം നോക്കുമ്പോൾ സച്ചിട്ട് എവിടെ എന്താ ഫോൺ എടുക്കുക വെച്ചതെന്ന് പറയുമ്പോൾ ഞാൻ സൈലൻറ്റിലിട്ടിരുന്നു, അറിഞ്ഞില്ല, ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നു, എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ പറയും സച്ചിയേട്ടാ ഞാൻ അച്ഛനെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവാണ്, സച്ചിയേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് പറയും. അപ്പോൾ പറയും എന്താ പറ്റിയ അച്ഛനിറങ്ങി, അതൊക്കെ പറയാം, സച്ചിയേട്ടൻ പെട്ടെന്ന് പോരെ എന്നറിയാണ്. ഞാൻ ഓട്ടോറിക്ഷയിലാണ് അച്ഛനെയും കൊണ്ട്, അച്ഛൻ്റെ തീരെ വയ്യ സച്ചേട്ടാന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യും. അപ്പോഴേക്കും സച്ചി ഓടും. അപ്പോഴേക്കും മഹേഷ് ഉണ്ടാവും അവിടെ. മഹേഷ് എന്നിട്ട് ചോദിക്കുക എന്താടാന്ന് നോക്കുമ്പോൾ അച്ഛന് തീരെ വയ്യ, അച്ഛനെയും കൊണ്ട് രേവതി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോകാൻ അറിയാം, എന്നാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാൻ പറഞ്ഞിട്ട് അയാളും കൂടെ വേഗം കാറിൽ കയറി രണ്ടാളും കൂടെ വേഗം വരികയാണ്. അപ്പോഴേക്കും രവീനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് മാസ്കൊക്കെ വെച്ച് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ണൊക്കെ ഇത് നോക്കണം. അയാളങ്ങനെ ആകെ ഇതായ പോലെയാണ് കിടക്കുന്നത്. വേഗം ഇവിടെ ഹോസ്പിറ്റലിൽ വേഗം എത്തിച്ചു. അത് കഴിയുമ്പോഴേക്കും നമ്മൾ സച്ചിനെ പിന്നെയും വിളിക്കുക. അപ്പോഴേക്കും സച്ചി ഓടി വരിക, പറയും എന്താ രേവതി എന്ത് പറ്റി വയ്ക്കുമ്പോൾ അച്ഛൻ ഇതിലാണ് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അറിയാം. അപ്പോൾ എന്താ പറ്റിയതെന്നറിയും. അങ്ങനെ ഓടി അകത്ത് ചെല്ലുന്നുണ്ട് നമ്മുടെ സച്ചി. അകത്ത് ചെല്ലുമ്പോഴേക്കും ഡോക്ടർ എന്താ പറ്റി, എന്താ അച്ഛന്നൊക്കെ പറയും, ബഹളം വെക്കേണ്ട പറയും ഡോക്ടർ. അപ്പോൾ പറയും മൂപ്പർക്ക് ഇയാൾക്ക് ഇതിന് മുന്നേ പിന്നെ അസുഖങ്ങളുണ്ടായിരുന്നു, അറ്റാക്കൊക്കെ വന്നിട്ട് ഇത് കഴിഞ്ഞതാണ് എന്നൊക്കെ പറയും.
അപ്പോൾ പറയും സോറി കേട്ടോ, വാക്കുകൾ കിട്ടാത്തൊരു പ്രയാസമുണ്ട്. അപ്പോൾ പറയും എന്താണ് അതേ കഴിഞ്ഞതാണ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് അലർജി, തുമ്മൽ, അതുപോലെ ഇങ്ങനെ ശ്വാസതടസ്സങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് ഒന്നും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു, അത് നിങ്ങൾ വീട്ടിലൊരു ശ്രദ്ധിക്കേണ്ടതല്ലേ. അപ്പോൾ പറയും അതിന് എന്താ ഉണ്ടായി ചോദിക്കുമ്പോൾ പറയും ഒന്നുമില്ല, മൊസ്കിറ്റോ സ്പ്രേ ശ്വസിച്ചതാണ് കാരണം എന്നിങ്ങനെ പറയണം. അപ്പോൾ പറയും മൊസ്കിറ്റോ സ്പ്രേ ഇങ്ങനെ രേവതിനെ നോക്കുമ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും പിന്നെ അതിപ്പോൾ എന്ന് പറയും അത് കൃത്യസമയത്ത് ഇവിടുന്ന് എത്തിച്ചുകൊണ്ട് ആൾക്ക് അപായമൊന്നുമില്ല, ഒരു 4 മണിക്കൂർ നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാം ഡിസ്ചാർജ് ആവണോ എന്തോന്ന്, അതൊരു ഇവിടെ കിടക്കട്ടെ, എന്തായാലും സമയത്ത് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ എന്നൊക്കെ, ഈ കുട്ടി സമയത്ത് ഇവിടെ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടർ പറയും ശരി പറഞ്ഞിട്ട് പോവാം. പറയും എന്താ പറ്റിയേ എങ്ങനെയാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ആർത്താലച്ച് ഓടി വന്ന് രവിയേട്ടാ എന്താ പറ്റിയ രവിയേട്ടാ, എന്താ ഉണ്ടായത്, ശ്വസിച്ചോ, എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും രവി ഇങ്ങനെ മാസ്ക് വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ പറയും എന്താ പറ്റിയത്, എങ്ങനെ ഇനി നെഞ്ചുവേദന വന്നു പറഞ്ഞിട്ട് കരച്ചിലും പറച്ചിലൊക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കുന്നത് ചന്ദ്രൻ എങ്ങടാ പോയതെന്നൊക്കെ രവി ചോദിക്കുന്നുണ്ട് രേവതിയോട്. അപ്പോൾ പറയാം അറിയില്ല, ബാവമാൻ്റിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു, എന്തിനാ പോയതെന്ന് പറഞ്ഞു വെച്ചപ്പോൾ അറിയില്ല എന്നൊക്കെ രേവതി അതിന് ഉത്തരം പറയുന്നുണ്ട്, ഈ ശ്വാസം മുട്ടലുണ്ടാവണം അതിൻ്റെ മുന്നേ. അത് പറയില്ല, നാണക്കേടല്ലേ നിന്നോട് പറയുന്നത്, അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും. അതിനുശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടാവുന്നതും. അത് ചന്ദ്രയുടെ ഭയങ്കര. അപ്പോൾ പറയും എന്താ പറ്റിയേക്കും, പറയും മൊസ്കിറ്റോ പിന്നെ സ്പ്രേ ശ്വസിച്ചതാണ് കാരണം എന്ന് പറയാണ്. അതിൽ രേവതിയുടെ നേർക്ക് ഇങ്ങോട്ട് തിരിയില്ലേ ചന്ദ്ര, നീ എന്തിനാ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ആ സ്പ്രേ അടിക്കാൻ പോയത്, നീയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ലാണ്ട നീ എന്താ കൊല്ലാൻ നോക്കുകയാണോ, ഇതാണെന്ന് പറഞ്ഞ് രേവതീനെ അങ്ങോട്ട് എന്തൊക്കെയോ പറയാം. അപ്പോഴേക്കും രവി മുഖത്തുനിന്ന് മാസ്ക് എടുക്കുകയാണ്, മുഖത്തുനിന്ന് മാസ്ക് എടുക്കും. നീ ഒന്നും പറയാൻ ബാക്കിയില്ല, പാവത്തിനെ കുറേ ചീത്ത അറിയും. പിന്നെ രേവതിനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. അപ്പോൾ പറയും നീ എന്താണ് നീ എന്ത് കാര്യത്തിനപ്പോൾ അത് അവിടെ കൊടുത്ത് അടിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സച്ചി നോക്കണം, സച്ചിയുടെ വിചാരം രേവതിയാണ് അടിച്ചിടുന്നതാണ്. അപ്പോൾ നിനക്ക് പൂക്കടയിൽ ഇരുന്നാൽ പോരെ, നീ എന്തിനപ്പോൾ ഇതൊക്കെ അടിക്കാൻ അവിടെ വന്നത്, ഇങ്ങനെയാണെന്നും പറഞ്ഞ് രേവതി ഇനി പറയാനൊന്നും ബാക്കിയില്ലേ. അപ്പോൾ രവി മാസ്ക് എടുത്തിട്ട് പറയും രേവതി അല്ല, അവളെ വഴക്ക് പറയില്ലേ രേവതി അല്ല എന്ന് പറയുമ്പോഴേക്കും ശ്വാസതടസ്സം ഉണ്ടാവും. അങ്ങനെ വേഗം മാസ്ക് പിന്നെയും വെച്ചെടുക്കുമ്പോൾ പിന്നെ ആരായിരിക്കുമ്പോൾ ആരാ എന്ന് ചോദിക്കും സച്ചി രേവതിയോട്, ആരാണ് ഇത് ചെയ്തത് അറിയും. അപ്പോൾ രേവതി ഇങ്ങനെ മടിച്ച് നിൽക്കും, ചോദിച്ചു കേട്ടില്ലേ ആരാന്ന് പറയും വർഷയാണ് പറയും. വർഷ എന്ന് പറയുമ്പോൾ പിന്നെ ചന്ദ്രയ്ക്ക് ഉണ്ടോ മിണ്ടാട്ടം, ചന്ദ്ര ഒരു അക്ഷരം മിണ്ടുന്നില്ല, മിണ്ടാണ്ടിരിക്കുകയാണ്. കാരണം വർഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ലാത്തടത്താളല്ലേ, അവൾക്ക് എന്തും ചെയ്യാമല്ലോ. അപ്പോൾ ഇതിന് നമ്മളെ സച്ചിക്ക് ഇങ്ങോട്ട് കയറുക ദേഷ്യം. സച്ചി ഇപ്പം എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കും. ഇതോട് അവളായതുകൊണ്ട് മിണ്ടില്ല അല്ലേ, ഇവളെ പറഞ്ഞ പോലെ ഇപ്പോൾ അവളെയൊക്കെ നിങ്ങൾ പറയുമോ, ഇവളെ എന്തും പറയാമെന്നാണ് നിങ്ങളുടെ വിചാരം, ഇവളെ പറഞ്ഞ പോലെ നിങ്ങൾ അവളെയും പറയുമോ, എന്താ പറയുക, അവിടെ പോയിട്ട് നിങ്ങൾ വീട്ടിൽ പോയി അവളെ വഴക്ക് പറയുമോ, അവൾക്ക് എന്തും ചെയ്യാമെന്നോ, ഇതാണ്. അപ്പോൾ ഒന്നും മിണ്ടില്ല ചന്ദ്ര, അതോട് ഷൂന്നായി പോയി. ഇങ്ങനെ രേവതിയോട് കാണിച്ച ശൂരത്വമൊന്നും കാണിക്കുന്നില്ലേ, അങ്ങനെ രേവതിയോട് കാണിക്കുന്ന ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ കുറേ സച്ചി പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണിച്ചാലും അവളൊന്നും മിണ്ടില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ചീത്ത അറിയണം. അപ്പോഴേക്കും സുധിയും ശ്രീകാന്തും കൂടെ ഓടി വരികയാണ്. അപ്പോൾ പറയും അയ്യോ അച്ഛൻ എന്ത് പറ്റി, അച്ഛൻ എന്താ പറ്റിയതെന്ന് വെച്ചിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും എന്താ അച്ഛന് പറ്റിയത്, എന്താ പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടായതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്. അപ്പോൾ പറയും നീ നിൻ്റെ ഭാര്യയോട് പോയി ചോദിക്കടാ അറിയാം. ഭാര്യയോടോന്ന് പറയും ശ്രീകാന്തിനെ പിടിച്ചിട്ട്. ഭാര്യയോടോ, അവളെന്താ ചെയ്തത്, അവൾ കൊടുന്ന് സ്പ്രേ അടിച്ചു, അതാണ് അവളാ ചെയ്തതെന്ന് അറിയാണ്. അതിലാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എല്ലാവരും, കാരണം ചന്ദ്രൻ മിട്ടണില്ല. നേരെ മറിച്ച് അത് രേവതിയാണെങ്കിൽ രേവതിനെ അവിടെ ഇട്ട് പുഴുങ്ങി വെളിച്ചെണ്ണ തേച്ച് വെയിലത്ത് കൊണ്ടിട്ടായിരുന്നു, അത്രയ്ക്ക് ഇത് കാണിച്ചായിരുന്നു രേവതിയുടെ. അപ്പോൾ ഇതിന് ഇവർക്കൊന്നും മറുപടി പറയാനില്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആകെ ഇതായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെമ്പനീർ പൂവ് രവി ജസ്റ്റ് രക്ഷപ്പെട്ട പോലെയാണ്. ഇനിയാണ് കോലാഹലം മുഴങ്ങാൻ പോണത് അവിടെ. അപ്പോൾ എല്ലാവരും മിസ്സാക്കാണ്ട് നമ്മുടെ ചെമ്പനീർ പൂവ് കാണുക. അതുപോലെ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞു, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വേറെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.